അടുത്തത് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ആണ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, എഡി കറണ്ട് ഡാമ്പിങ്, അങ്ങനെ 3 ടൈപ്പ് ഡാമ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ ഈ എന്താണ് മൂവ്മെൻറ്റ്, ഓസിലേഷൻസ് അല്ലേ, നമ്മുടെ പോയിൻ്ററിൻ്റെ ഓസിലേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ള എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഇതാണ് മൂവിങ് സിസ്റ്റം. ആ മൂവിങ് സിസ്റ്റം ഒരു പിസ്റ്റണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് അലൂമിനിയം പിസ്റ്റൺ ആയിരിക്കും. അപ്പോൾ ഇതൊരു അലൂമിനിയം പിസ്റ്റൺ ഒരു ചേമ്പറിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എയർ ഉണ്ട്. അപ്പോൾ എയർ എന്ത് ചെയ്യും, അതിനകത്ത് ഈ ഓസിലേഷൻ അനുസരിച്ച് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യും. ഓക്കെ, അപ്പം പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ എയറിൻ്റെ സക്ഷനും കംപ്രഷനും അവിടെ നടക്കും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ഇതിൻ്റെ ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും, ആ ഓസിലേഷൻസിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെയാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് നടക്കുക. ഈ പടം വരയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഇൻ ദിസ് എ ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ അറ്റാച്ച്ഡ് ടു ദി മൂവിങ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. എന്നിട്ട് അതൊരു ഫിക്സഡ് എയർ ചേമ്പറിനകത്തായിരിക്കും വെച്ചിരിക്കുന്നത് ഈ പിസ്റ്റൺ. പിസ്റ്റൺ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ഫിക്സഡ് എയർ ചേമ്പർ. അത് കഴിഞ്ഞിട്ട് എഴുതാം, when there are oscillations the piston moves into and out of an air chamber which cause the compression and suction of the air enclosed in the chamber, which opposes the motion of the piston and hence the whole of the moving system. Okay, ഇനി അടുത്ത വരുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പോയിൻ്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പിൻഡിൽ. ഓക്കെ, ഈ സ്പിൻഡിലിൻ്റെ താഴെ സ്പിൻഡിൽ എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു ഡിസ്കുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഡിസ്ക് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് വെയിൻ എന്ന് പറയും. ഓക്കെ, ഡിസ്കും വെയിനും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ ഡിസ്ക് എന്ത് ചെയ്യുന്ന, ഈ പറഞ്ഞ പോയിൻ്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡിസ്ക് അവിടെ നിന്ന് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസ്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഒരു ഹൈ വിസ്കസ് ഫ്ലൂയിഡ് ആയിരിക്കും. അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, ഈ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിസ്ക് മൂവ് ചെയ്യുക. ദിസ് ഡിസ്ക് ഓർ വെയിൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ ഓഫ് ദി മൂവിങ് സിസ്റ്റം ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ എ പോട്ട് കണ്ടെയ്നിങ് ഓയിൽ ഓഫ് ഹൈ വിസ്കോസിറ്റി. As the pointer moves, the friction between the oil and the veins opposes the motion of pointer and thus necessary damping torque is provided. Okay. അടുത്ത വരുന്നത് എഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ പോയിൻ്റർ. ആ പോയിൻ്റർ ഇതാണ് നമ്മുടെ സ്പിൻഡിൽ. ആ സ്പിൻഡിലിനകത്തൊരു ഡിസ്ക് ഉണ്ടാവും. ഓക്കെ, ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു മാഗ്നറ്റിനെ കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റ് ആണല്ലേ, ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫ്ലക്സിനെ ഈ അലൂമിനിയം ഡിസ്ക് കട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു എഡി കറണ്ട് ഉണ്ടാവും. ആ എഡി കറണ്ട് ഈ പറഞ്ഞ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. In eddy current damping, a thin aluminum or copper disc is attached to the moving system is allowed to pass between the poles of a permanent magnet. As the pointer moves, the disc cuts the magnetic field and eddy currents are produced in the disc. These eddy currents opposes the motion of the disc and whole of the moving system. Okay, അത്രയേ ഉള്ളൂ ഡാമ്പിംഗ് സിസ്റ്റം. മസ്റ്റായിട്ടും പടം വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കുക. പടം ഇമ്പോർട്ടൻ്റ് ആണ്.